ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജനുവരി 14 മകരസംക്രാന്തിയാണ്. അതായത് സൂര്യൻ മകരം രാശിയിലേക്ക് രാശി മാറുന്നു. സൂര്യൻ്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം, അതിൻ്റെ നേട്ടങ്ങൾ ആർക്ക് എങ്ങനെയൊക്കെ ആകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2025 ജനുവരി 14 രാവിലെ 8:55 മകര രവി സംക്രമം. അതായത് ധനുരാശിയിൽ നിന്ന് സൂര്യൻ മകരം രാശിയിലേക്ക് മാറുന്ന ദിവസം, അതായത് മകരസംക്രാന്തി. തമിഴ്നാട്ടിൽ ഇതിന് നമ്മൾ മകര പൊങ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ മകരസംക്രാന്തി ദിനം മുതലാണ് ഉത്തരായന കാലം ആരംഭിക്കുന്നത്. മകരം മുതൽ മിഥുനം വരെയുള്ള കാലമാണ് ഉത്തരായന കാലം. ഉത്തരായന കാലം എന്ന് പറയുന്നത് പുണ്യകാലമാണ്. മംഗളകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള കാലമെന്ന് പറയാം. ഉത്തരായന കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ കാലം ആണ് ദേവന്മാരുടെ പകൽ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്ര ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയൊക്കെ സമയമായിരിക്കും ഈ മകരം മുതൽ മിഥുനം വരെയുള്ള ഉത്തരായന കാല സമയം. അപ്പം മകരം രാശി എന്ന് പറയുന്നത് ശനിയുടെ രാശിയാണ്. സൂര്യൻ ശനിയുടെ പിതാവാണ്. അപ്പോൾ സൂര്യൻ മകരം രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പിതാവ് മകൻ്റെ ഭവനത്തിലേക്ക് വരുന്നു എന്നാണ്. ഇപ്പോൾ ശനി, സൂര്യൻ ഈ രണ്ട് ഗ്രഹങ്ങളും ശത്രുഗ്രഹങ്ങളാണ് എങ്കിലും മകൻ്റെ ഭവനത്തിൽ വരുന്നത് പിതാവിനും, അതുപോലെ പിതാവ് ഭവനത്തിൽ വരുന്നത് മകനും ശത്രുത മറക്കുന്നതിനുള്ള, പരസ്പരം സന്തോഷിക്കുന്നതിനുള്ള ഒരവസരമായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല, മകരം രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് ഉത്രാട നക്ഷത്രത്തിലും തിരുവോണ നക്ഷത്രത്തിലും അവിട്ട നക്ഷത്രത്തിലുമാണ്. അതിൽ ഉത്രാട നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യൻ്റെ തന്നെ നക്ഷത്രമാണ്. അതുപോലെ തിരുവോണം അവിട്ട നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും നക്ഷത്രങ്ങളാണ്. അപ്പോൾ പൊതുവെ സൂര്യൻ സ്വന്തം നക്ഷത്രത്തിലും മിത്ര നക്ഷത്രത്തിലും സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഗുണാനുഭവങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. കാലപുരുഷന്റെ കർമ്മസ്ഥാനമാണ് ഈ മകരം രാശി എന്ന് പറയുന്നത്. അപ്പോൾ മകരം രാശിയിൽ സൂര്യന് ദിഗ്ബലമുള്ള സമയമാണ്. അതിനാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്കും തൊഴിലിൽ ഉയർച്ചയ്ക്കും പൊതുവെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നതിനും അച്ചടക്കവും ക്ഷമാശീലവും നിലനിർത്തുന്നതിനും സൂര്യൻ്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും. ഇപ്പോൾ ജാതകത്തിൽ സൂര്യൻ്റെ ഭാവാധിപത്യവും സ്ഥിതിയും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഓരോ കുറുകാർക്കും ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ സൂര്യൻ്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും. ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും മകരസംക്രാന്തിയുടെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് മേടക്കൂറുകാർ. ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും 5ാം ഭാവാധിപനാണ് സൂര്യൻ, യോഗകാരകനാണ് സൂര്യൻ. ആ യോഗകാരകനായിട്ടുള്ള സൂര്യൻ കേന്ദ്രസ്ഥാനത്തേക്ക് 10ാം ഭാവരാശിയിലേക്കാണ് ജനുവരി 14 രാശി മാറുന്നത്. അപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും കർമ്മസ്ഥാനത്ത് സൂര്യൻ വരുമ്പോൾ സൂര്യന് ദിഗ്ബലമുള്ള സമയമാണ്. അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ വലിയ നേട്ടങ്ങൾ ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് മേടക്കൂറുകാർക്ക് ഉണ്ടാകും. തൊഴിലവസരങ്ങൾ ഉണ്ടാകും. തൊഴിൽ പ്ലാൻ ചെയ്യുന്നതിന് അനുകൂല സമയമായിരിക്കും. തൊഴിലിൽ ഉയർച്ചയ്ക്കും അനുകൂല സമയമായിരിക്കും. പ്രത്യേകിച്ച് ഈ സർക്കാർ സർവീസിലുള്ളവർ
സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ മറ്റു പ്രൊഫഷണൽസ്, ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ, സ്പെക്കുലേറ്റേഴ്സ്, മറ്റു തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ സൂര്യൻ്റെ ഈ 10ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് പറയാം. തൊഴിലിൽ ഉയർച്ചയുടെ സമയമായിരിക്കും. ഉയർന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ അവർക്ക് വരും. പ്രശസ്തി, അംഗീകാരമൊക്കെ കിട്ടുന്നതിനും സാധ്യതയുള്ള സമയമാണ് കർമ്മസ്ഥാനത്ത് ആ സൂര്യൻ വരുന്നത്. സൂര്യൻ 5ാം ഭാവാധിപനാണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റം തൊഴിലിൽ ഉണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് മകരം രാശിയിലെ സൂര്യൻ പ്രത്യേകിച്ച് ആ 5ാം ഭാവത്തിൻ്റെ 6ലേക്കാണ് ആ സൂര്യൻ വരുന്നത്. 5ാം ഭാവത്തിൻ്റെ 6ലേക്ക് സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ തൊഴിൽ അന്വേഷകർക്ക് ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ്, മത്സരവീര്യം, അതുപോലെ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ പങ്കെടുക്കുന്നവർക്ക് അതിലൊക്കെ തിളക്കമാർന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാനാകും. അതുപോലെ തന്നെ സർക്കാർ തൊഴിലിലൊക്കെ ലിസ്റ്റിൽ പേരുള്ളവർക്കാണെങ്കിൽ തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത കൂടുതലാണ്. 10ാം ഭാവാധിപൻ ശനി 11ൽ നിൽക്കുന്ന സമയവും കൂടിയാണ്, നേട്ടത്തിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ തൊഴിൽ നേട്ടങ്ങൾ, തൊഴിൽ വഴിയുള്ള ധനാഗമം ഇവയൊക്കെ കൂടാൻ സൂര്യൻ്റെ രാശിമാറ്റവും ആ 10ാം ഭാവാധിപൻ്റെ 11ലെ സ്ഥിതിയും വഴിതെളിക്കും. അപ്പോൾ സൂര്യൻ ആ 10ൽ നിന്നുകൊണ്ട് ഈ കൂറുകാരുടെ 4ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആത്മാവബോധം ഉണ്ടാകുന്ന സമയമായിരിക്കും. പഠനത്തിലൊക്കെ മികവ് പുലർത്താൻ കഴിയും. അതേസമയം 4ലേക്കൊക്കെ ആ സൂര്യൻ്റെ ദൃഷ്ടി വരുമ്പോൾ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായെന്ന് വരാം. പ്രത്യേകിച്ച് കുടുംബത്തിൽ അത് ഒന്ന് ശ്രദ്ധിക്കണം. മാതാവുമായിട്ടോ അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുമായിട്ടോ ഒക്കെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അങ്ങനെയൊക്കെ വരുന്നത് ചിലപ്പോൾ കുടുംബത്തിൽ ചെറിയ സമാധാനക്കുറവൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു കുടുംബ സംബന്ധമായ ഏത് വിഷയത്തിലും ഒരു കരുതൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അല്പം മെൻ്റൽ സ്ട്രെസ്സൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. സൂര്യൻ്റെ ആ നല്ല ദൃഷ്ടി ഉത്തരവാദിത്വം തൊഴിലെടുത്ത് കൂടുന്നതും മാനസികമായിട്ട് ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. ഇതൊക്കെയാണ് ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് മേടക്കൂറുകാരും മേടലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ മകരം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രഭാവങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദത്തിൽ പെടുന്നവർ, അതുപോലെ രോഹിണി നക്ഷത്രക്കാർ, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർ. അപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ 4ാം ഭാവാധിപനാണ്, കേന്ദ്രഭാവാധിപനാണ്. ആ സൂര്യൻ 9ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് ജനുവരി 14 രാശി മാറുന്നത്. അപ്പോൾ 9ാം ഭാവാധിപൻ എന്ന് പറയുന്ന ആ ശനി കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ തൊഴിലിൽ, അതുപോലെ പഠനത്തിൽ, അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ഇവയിലൊക്കെ ശ്രദ്ധ കൂടാവുന്ന സമയമാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിലവസരങ്ങൾ ഉണ്ടാകാവുന്ന സമയവുമാണ്. ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ, അതുപോലെ ആത്മീയ കാര്യങ്ങളിലും മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ തന്നെ താല്പര്യം കൂടുന്ന സമയമാണ്. തത്വചിന്തകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. പിതാവിൻ്റെയോ അതുപോലെ തന്നെ ആത്മീയ ഗുരുക്കന്മാരുടെയോ സീനിയർ അധ്യാപകരുടെയോ ഒക്കെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ വളരെ ഗുണം ചെയ്യുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. പിതാവും പുത്രനുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിന് അനുകൂല സമയമാണ്. ഈ സമയത്ത് അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെ പറയാം. തൊഴിലിടത്ത് പ്രത്യേകിച്ച് നൂതനങ്ങളായിട്ടുള്ള ആശയങ്ങൾ അത് കണ്ടെത്തുന്നതിനും അത് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കിട്ടുന്നതിനുമൊക്കെ വഴിതെളിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഫോറിൻ ട്രാവൽ ആഗ്രഹിക്കുന്നവർക്ക്
അതിന് ഒരു സാധ്യതയുണ്ട്. സൂര്യൻ്റെ 9ലെ സ്ഥിതി, അതുപോലെ വിദേശത്ത് പഠനം, അതുപോലെ വിദേശത്ത് വാസം, ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. പ്രത്യേകിച്ച് 4-ാം ഭാവാധിപൻ 9ൽ വരുമ്പോൾ വിദേശത്തൊക്കെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ, വസ്തു ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം 4-ാം ഭാവാധിപൻ നിൽക്കുന്നത് ഭാവത്തിൻ്റെ 6ലാണ്. അപ്പോൾ കുടുംബ അംഗങ്ങളുമായിട്ട് നമ്മൾ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാതെ നോക്കണം. ചിലപ്പോൾ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ്, റിയൽ എസ്റ്റേറ്റ് ഇഷ്യൂസ്, അതുപോലെ ലീഗൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അവയ്ക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും എന്ന് പറയാം. അതുപോലെ കുടുംബ വസ്തുക്കളിന്മേൽ ചിലപ്പോൾ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അവിടെ ഒരു കെയർ വേണം. അതുപോലെ തന്നെ കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമാണ്. സൂര്യൻ ആ 9-ാം ഭാവരാശി നിന്നുകൊണ്ട് 3ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 3-ാം ഭാവം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രാശിയാണ്. അപ്പോൾ ഈ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ, മാതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അതിനൊരു പരിഹാരം, അതിനൊരു റിലീഫ് ഈ സമയത്തുണ്ടാകും. അതുപോലെ സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതിന് ഉള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകാം. പൊതുവെ ഏത് കാര്യത്തിലും ഇടപെടുന്നതിനുള്ള ഒരു ധൈര്യം ഈ 3ലെ സൂര്യൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് എന്ത് പ്രശ്നങ്ങളിലും നമുക്ക് ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതിനും കാര്യങ്ങൾ സാധിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ 4-ാം ഭാവാധിപൻ 9ൽ വരുന്നത് പ്രത്യേകിച്ച് വാഹനം വാങ്ങുന്നതിനോ വീട് വാങ്ങുന്നതിനോ, അതുപോലെ തന്നെ അതിലൊക്കെ തന്നെ പിതാവിൻ്റെയൊക്കെ സഹായം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക. ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് 3-ാം ഭാവാധിപനാണ്. ആ 3-ാം ഭാവാധിപൻ അഷ്ടമ രാശിയിലേക്കാണ് രാശി മാറുന്നത് ജനുവരി 14-ന്. അപ്പം പൊതുവെ നമുക്ക് ഏത് വെല്ലുവിളികളെയും ദൃഢനിശ്ചയത്തോടെ സമീപിക്കാൻ കഴിയുന്ന സമയമാണ്. എന്ത് ക്രൈസിസിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ക്രൈസിസ് സോൾവ് ചെയ്യുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകും. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും സാധ്യതയുള്ള സമയമാണ്. ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. സഹോദരങ്ങളോടും അയൽവക്കക്കാരോടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പരിഹരിക്കുന്നുള്ള ഒരു ശ്രമം ഉണ്ടാകണം. അതുപോലെ അങ്ങനെ ഒരു പരിഹാര ശ്രമമൊക്കെ ഉണ്ടാകാത്ത പക്ഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് വഷളാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ 3-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 6ലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ആരോഗ്യം, പ്രത്യേകിച്ച് സഹോദരങ്ങളുടെയൊക്കെ ആരോഗ്യം, അതുപോലെ അവർക്ക് അവരുടെ ഒരു കടബാധ്യത, അതുപോലെ അവരുടെ ശത്രുക്കളെ പറ്റിയുള്ള ഒരു ചിന്ത ഒക്കെ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാകുന്ന വിധം സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉള്ളിലെ കാര്യങ്ങൾ അത് ഉള്ളിൽ തന്നെ വയ്ക്കാതെ അത് തുറന്നു പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ളൊരു ശ്രമം ഈ സമയത്ത് നടത്തണം. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും ശ്രദ്ധ വേണം. സർക്കാർ സർവീസിലുള്ളവർ പ്രത്യേകിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. ഫയലുകളിൽ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കാതെ കൂടിയാലോചിച്ച് അങ്ങനെയുള്ള ഒരു കൂട്ടായ ഒരു തീരുമാനം എടുക്കാൻ അവർ ശ്രദ്ധിക്കണം. അതുപോലെ സർക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അനുകൂലമാകണമെന്നില്ല. തൊഴിലിടത്ത് തന്നെ
പൊടുന്നനെ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അല്പം ഹാർഡ് വർക്ക് വേണ്ടുന്ന സമയമാണ്. തൊഴിലിടത്ത് വാക്തർക്കങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാതെ നോക്കണം. ഏത് കാര്യത്തിലും പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. അതേസമയം ഗവേഷണം നടത്തുന്നവർക്ക്, അതുപോലെ ശാസ്ത്രജ്ഞർക്ക്, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. ധനസ്ഥിതിയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ദീർഘകാല ആസൂത്രണം ഈ സമയത്ത് ചിലപ്പോൾ നടത്തിയെന്ന് വരാം. അതുപോലെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയോ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയോ അല്ലെങ്കിൽ ജോയിൻ്റ് അസറ്റുകൾ വർദ്ധിപ്പിക്കുക വഴിയോ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അത് ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു നേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ 2ാം ഭാവരാശിയിലേക്ക് ആ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനായതുകൊണ്ട് ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. കുടുംബകാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും ശ്രദ്ധിക്കണം. റിലേഷൻഷിപ്പിൽ ഒരു കരുതൽ വേണം. ചിലർക്ക് ENT സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഉള്ളവർ ടൈമിലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഈ സമയത്തെടുത്ത് അതിനുള്ള പരിഹാരം കണ്ടെത്തണം. അതുപോലെ നിസ്സാര കാര്യങ്ങൾക്കായിട്ട് കുടുംബത്തിൽ പിടിവാശി ഉണ്ടാകുന്നത് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു കരുതൽ ഉണ്ടാകുന്നത് നല്ലതാണ്. എല്ലാ കാര്യങ്ങളിലും വീണ്ടും വിചാരം ഉണ്ടാകണം. അങ്ങനെ ഒരു സ്വയം പരിവർത്തനത്തിന് വിധേയമാകേണ്ട സമയമായിട്ട് ഈ സൂര്യൻ്റെ മകരൻ രാശിയിലേക്കുള്ള രാശിമാറ്റം ഈ കൂറുകാർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ്റെ മകരൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കർക്കിടക കൂറുകാരെന്ന് പറയുമ്പോൾ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ പെടുന്നവരും അതുപോലെ പൂയം ആയില്യം നക്ഷത്രക്കാരെയുമാണ്. കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ 2ാം ഭാവാധിപനാണ്. 2ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജനുവരി 14 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രതികരിക്കുന്നതിനും പ്രത്യേകിച്ച് ഒരു നേതൃനിരയിൽ നിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ശ്രദ്ധ കൊടുക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു കൂട്ടായ പരിശ്രമം ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും. റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കണം. വ്യക്തിബന്ധങ്ങളിൽ, അതുപോലെ ബിസിനസ്, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒക്കെ തന്നെ ഒരു പാർട്ട്നേഴ്സുമായിട്ടുള്ള ആ ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം. ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൊക്കെ ശ്രദ്ധ കൊടുക്കണം. ശ്രദ്ധ കൊടുക്കാതെ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ കൂട്ടുസംരംഭങ്ങളിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാൻ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 2ാം ഭാവാധിപനാണ് സൂര്യൻ എന്നുള്ളതുകൊണ്ട് മാരക ഭാവാധിപത്യം സൂര്യനുണ്ട്. അതുപോലെ നമ്മൾ ഒന്നിലും അമിതമായിട്ടുള്ള പ്രതീക്ഷ കൊടുക്കാതെ പ്രത്യേകിച്ച് തൊഴിലിടത്തൊക്കെ അല്പം ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയമാണ്. തൊഴിലിൽ ഒരു സംതൃപ്തി കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ അല്പം വർക്ക് പ്രഷറൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. 2ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 6ലാണ് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് കുടുംബ അംഗങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പണം കടം കൊടുക്കുന്നതിന് അനുകൂല സമയം അല്ല. അതുപോലെ ഈ 2ഉം 7ഉം മാരകഭാവമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 2ാം ഭാവാധിപൻ 7ലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കണം. ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. സൂര്യൻ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജന്മരാശിയിലൊക്കെ സൂര്യൻ്റെ ദൃഷ്ടി വരുമ്പോൾ അല്പം ഈഗോ ഇഷ്യൂസൊക്കെ വരാം. അതേസമയം മാനസികമായിട്ടൊരു സ്ട്രെസ്സൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്.
ഏത് കാര്യത്തിലും പിടിവാശിയൊക്കെ ഒഴിവാക്കി സമന്വയത്തിൻ്റെ മാർഗം ഈ സമയത്ത് ഈ കൂറുകാർ അവലംബിക്കണം. ജന്മരാശി ചന്ദ്രൻ്റെ രാശിയാണ്. അപ്പം മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കി സംയമനം നടത്തി പോകേണ്ടുന്ന സമയമായിട്ട് മകരൻ രാശിയിൽ ഈ സൂര്യൻ രാശി മാറുന്നത് വഴി ഈ കർക്കിടക കൂറുകാർ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.